ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടു ലേൺ PH എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സാണ് നോക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗം പാർട്ട് 2 ആണ്. പാർട്ട് 1 കഴിഞ്ഞൊരു ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. മിക്സഡ് ടോപ്പിക്കായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ഇതും മിക്സഡ് ടോപ്പിക്ക് തന്നെയാണ്. SCERTയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ക്ലാസ്സാണ് ഇത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ചോദ്യങ്ങളാണ്. ശുക്രൻ്റെ ഭ്രമണപഥത്തിലൂടെ ഭ്രമണം ചെയ്യുന്ന ശുക്രൻ്റെ ആദ്യത്തെ ചിഹ്ന ഉപഗ്രഹം ഏതാണ്? ശുക്രൻ്റെ ഭ്രമണപഥത്തിലൂടെ ഭ്രമണം ചെയ്യുന്ന ശുക്രൻ്റെ ആദ്യത്തെ ചിഹ്ന ഉപഗ്രഹം ഏതാണ്? 2020 AV2 2020 AV2 എന്നതാണ് ശുക്രൻ്റെ ഭ്രമണപഥത്തിലൂടെ ഭ്രമണം ചെയ്യുന്ന ശുക്രൻ്റെ ആദ്യത്തെ ചിഹ്ന ഉപഗ്രഹം. അടുത്തത്, ഗഗയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? ഗഗയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ VR ലളിതാംബിക. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതിയാണ് ഗഗയാൻ. ഗഗയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഗഗയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറാണ് ഡോക്ടർ R ഹട്ടൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഗഗയാൻ സഞ്ചാരികൾക്ക് ആവശ്യമായ സ്പേസ് സ്യൂട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന രാജ്യം? ഗഗയാൻ സഞ്ചാരികൾക്ക് ആവശ്യമായ സ്പേസ് സ്യൂട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന രാജ്യം ഫ്രാൻസ്, റഷ്യ. ഇന്ത്യയുടെ 40ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? GSAT 31. ഇത് വിക്ഷേപിച്ചത് 2019 ഫെബ്രുവരി 6-ന്. ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ്? GSAT 11. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ പദ്ധതി ഏതാണ്? മിഷൻ ശക്തി. DRDOയും ISROയും കൂടിയിട്ടാണ് ഇത് വികസിപ്പിച്ചത്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ പദ്ധതിയാണ് മിഷൻ ശക്തി. ഇന്ത്യയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ് 2. ഇന്ത്യയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2 PSLV-C40. അടുത്തത്, ചെറു റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനായുള്ള പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് ചെറു റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനായുള്ള പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായത്. 2020 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? 2020 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? GSAT 30. ഏത് ഓൺലൈൻ വ്യാപാര സംരംഭമാണ് ഉപഗ്രഹ നിർമ്മാണത്തിനായി $10 ബില്യൺ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്? ആമസോൺ. ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡായ വ്യോമമിത്ര നിർമ്മിക്കുന്ന സ്ഥലം എവിടെയാണ്? ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡായ വ്യോമമിത്ര നിർമ്മിക്കുന്ന സ്ഥലം എവിടെയാണ്? വട്ടിയൂർക്കാവ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ, തിരുവനന്തപുരം. അടുത്തത്, ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ ഗവേഷണ വാഹനം ഏതായിരുന്നു? ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ ഗവേഷണ വാഹനം ഏതായിരുന്നു? സോഫിയ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതായിരുന്നു? GSAT 29. 2020 ഏപ്രിലിൽ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹം ഏതായിരുന്നു? 2020 ഏപ്രിലിൽ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്കു സമാനമായ ബാഹ്യഗ്രഹം ഏതായിരുന്നു? കെപ്ലർ. 1649 C. കെപ്ലർ 1649 C ആണ് 2020 ഏപ്രിലിൽ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹം. പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ സ്ഥാപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ഏതാണ്? പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ സ്ഥാപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ഏതാണ്? 30 മീറ്റർ ടെലസ്കോപ്പ്. 30 മീറ്റർ ടെലസ്കോപ്പ് പദ്ധതിയിൽ പങ്കാളികളായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 30 മീറ്റർ ടെലസ്കോപ്പ് പദ്ധതിയിൽ പങ്കാളിയായ രാജ്യങ്ങൾ ഇന്ത്യ, കാനഡ, ചൈന, അമേരിക്ക, ജപ്പാൻ. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്, അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് ഇനി പറയാം. 30 മീറ്റർ ടെലസ്കോപ്പ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? 30 മീറ്റർ ടെലസ്കോപ്പ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഹവായി ദ്വീപ്. ഹവായി ദ്വീപിലാണ് 30 മീറ്റർ ടെലസ്കോപ്പ് സ്ഥാപിക്കുന്നത്. അടുത്തിടെ നിയന്ത്രണം വിട്ട് ഭൂമിയിൽ പതിച്ച ചൈനയുടെ റോക്കറ്റ് ഏതാണ്? അടുത്തിടെ നിയന്ത്രണം വിട്ട് ഭൂമിയിൽ പതിച്ച ചൈനയുടെ റോക്കറ്റ് ഏതാണ്? ലോങ് മാർച്ച് 5B.
ഹോപ്പ് പ്രോബ് എന്ന പേരിൽ ചൊവ്വ ദൗത്യം വിക്ഷേപിച്ച രാജ്യം ഏതായിരുന്നു? ഹോപ്പ് പ്രോബ് എന്ന പേരിൽ ചൊവ്വ ദൗത്യം വിക്ഷേപിച്ച രാജ്യം ഏതായിരുന്നു? UAE. ഹോപ്പ് പ്രോബ് എന്ന എമിറേറ്റ്സ് മാർസ് മിഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠനം നടത്തുക, 2117 ചൊവ്വയിൽ മനുഷ്യന് വാസസ്ഥലം ഒരുക്കുക എന്നിവ. എന്താണ് ഹോപ്പ് പ്രോബ് എന്നതിൻ്റെ ഉദ്ദേശം? ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠനം നടത്തുക, 2117 ചൊവ്വയിൽ മനുഷ്യന് വാസസ്ഥലം ഒരുക്കുക. ഹോപ്പ് പ്രോബ് എന്ന പേരിൽ ചൊവ്വ ദൗത്യം വിക്ഷേപിച്ചത് UAE ആണ്. സൂര്യൻ്റെ ധ്രുവപ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കാനായി നാസയും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി നിർമ്മിച്ച ബഹിരാകാശ ദൗത്യം സോളാർ ഓർബിറ്റൽ മിഷൻ. സൂര്യൻ്റെ ധ്രുവപ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കാനായി നാസയും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി നിർമ്മിച്ച ബഹിരാകാശ ദൗത്യം സോളാർ ഓർബിറ്റൽ മിഷൻ. ബ്രസീലിൻ്റെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1നെയും 18 ചെറു ഉപഗ്രഹങ്ങളെയും ലക്ഷ്യസ്ഥാനത്തെത്തിച്ച ഇന്ത്യയുടെ ദൗത്യം PSLV-51. ബ്രസീലിൻ്റെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1നെയും 18 ചെറു ഉപഗ്രഹങ്ങളെയും ലക്ഷ്യസ്ഥാനത്തെത്തിച്ച ഇന്ത്യയുടെ ദൗത്യം PSLV-51. ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? PSLV-51. ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം എന്തായിരുന്നു? PSLV-51. ആമസോൺ കാടുകളിലെ വനനശീകരണം കണ്ടുപിടിക്കാനാണ് ആമസോണിയ 1ന്റെ പ്രധാന ദൗത്യം. ആമസോൺ കാടുകളിലെ വനനശീകരണം കണ്ടുപിടിക്കാനാണ് ആമസോണിയ 1ന്റെ പ്രധാന ദൗത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഇലക്ട്രോണിക് പതിപ്പ് തുടങ്ങിയവ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് അയച്ചു. ആമസോണിയ 1ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഇലക്ട്രോണിക് പതിപ്പ് തുടങ്ങിയവ അയച്ചു. അടുത്തത്, സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും പുറംപാളിയായ കൊറോണയെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യം ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും പുറംപാളിയായ കൊറോണയെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ISRO ദൗത്യം ആദിത്യ L1. ISRO സ്ഥാപിക്കുന്ന മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ISRO സ്ഥാപിക്കുന്ന മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുലശേഖരപട്ടണം, തമിഴ്നാട്. അടുത്തത്, ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം GSLV-C മാർക്ക് 3. GSLV മാർക്ക് 3 ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം. ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ലേസർ ഗൈഡഡ് ബോംബ് ഏതാണ്? ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ലേസർ ഗൈഡഡ് ബോംബ് ഏതാണ്? സുദർശൻ. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ്? ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ്? ബ്രഹ്മോസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് പരീക്ഷിച്ച ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് പരീക്ഷിച്ച ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഏതാണ്? ശൗര്യ. 2030 കാർബൺ നെഗറ്റീവ് ആവാൻ തീരുമാനിച്ച IT കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. ആദ്യമായി ഇലക്ട്രോണിക് വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ആദ്യമായി ഇലക്ട്രോണിക് വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ കേരളം. ഇന്ത്യയുടെ ആദ്യ ബ്രെയിലി ലാപ്ടോപ്പ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യ ബ്രെയിലി ലാപ്ടോപ്പ് ഏതാണ്? ഡോട്ട് ബുക്ക്. വികസിപ്പിച്ചത് IIT ഡൽഹി. സർക്കാർ മേഖലയിലെ രാജ്യത്തെ മികച്ച എൻ്റർപ്രൈസസ് ആപ്ലിക്കേഷൻ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്? സർക്കാർ മേഖലയിലെ രാജ്യത്തെ മികച്ച എൻ്റർപ്രൈസസ് ആപ്ലിക്കേഷൻ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്? ഫസ്റ്റ് ബെൽ. നമ്മളുടെ വിക്ടേഴ്സ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. ഗൂഗിൾ ആരംഭിച്ച പുതിയ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഏതാണ്? ഗൂഗിൾ ആരംഭിച്ച പുതിയ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഏതാണ്? ആന്തോസ്. 2021 ഒക്ടോബറിൽ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക് CEO. 2021 ഒക്ടോബറിൽ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്കിൻ്റെ CEO ഫേസ്ബുക്കിൻ്റെ ഒരു പുതിയ പേര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പേര് എന്താണ്? മെറ്റ എന്നതാണ് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പുതിയ പേര്.
2021 SLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? 2021 SLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സഫലം. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് KAL നിർമ്മിച്ച കേരളത്തിൻ്റെ സ്വന്തം വൈദ്യുത ഓട്ടോറിക്ഷയുടെ പേരെന്താണ്? പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് KAL നിർമ്മിച്ച കേരളത്തിൻ്റെ സ്വന്തം വൈദ്യുത ഓട്ടോറിക്ഷ ഏതാണ്? നീംജി. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സായുധ സേന നടത്തിയ പ്രവർത്തനം ദൗത്യം ഏതായിരുന്നു? അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സായുധ സേന നടത്തിയ പ്രവർത്തന ദൗത്യം ഓപ്പറേഷൻ ദേവി ശക്തി. എന്നാൽ ഇപ്പോൾ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം എന്താണ്? യുക്രൈനിൽ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം എന്താണ്? ഓപ്പറേഷൻ ഗംഗ. അടുത്തത്, ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള ഇന്ത്യക്കാരിലേക്ക് നാടിൻ്റെ സ്പന്ദനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ OTTയിലേക്ക് മാറിയ ചാനൽ ഏതാണ്? ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള ഇന്ത്യക്കാരിലേക്ക് നാടിൻ്റെ സ്പന്ദനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ OTTയിലേക്ക് മാറിയ ചാനൽ ഏതാണ്? ദൂരദർശൻ. നമ്മളിതിൻ്റെ പാർട്ട് 3യും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്നത് പാർട്ട് 2 ആണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഒരു റിവിഷൻ എന്ന പോലെ പെട്ടെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ശുക്രൻ്റെ ഭ്രമണപഥത്തിലൂടെ ഭ്രമണം ചെയ്യുന്ന ശുക്രൻ്റെ ആദ്യത്തെ ചിഹ്ന ഉപഗ്രഹം ഏതാണ്? 2020 AV2. ഗഗയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ VR ലളിതാംബിക. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതി ഗഗയാൻ. ഗഗയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ R. ഹട്ടൻ. ഗഗയാൻ സഞ്ചാരികൾക്ക് ആവശ്യമായ സ്പേസ് സ്യൂട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന രാജ്യം ഫ്രാൻസ്, റഷ്യ. ഇന്ത്യയുടെ 40ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹം GSAT-31. ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം GSAT-11. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ പദ്ധതി മിഷൻ ശക്തി. ഇന്ത്യയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ്-2. ചെറു റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനായി പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായത് തൂത്തുക്കുടി. 2020 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം GSAT-30. ഏത് ഓൺലൈൻ വ്യാപാര സംരംഭമാണ് ഉപഗ്രഹ നിർമ്മാണത്തിനായി $10 മില്യൺ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്? ആമസോൺ. ISRO ബഹിരാകാശത്തെത്തി അയക്കുന്ന ഹ്യൂമനോയിഡ് ആയ വ്യോമമിത്ര നിർമ്മിക്കുന്ന സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ ഗവേഷണ വാഹനം ഏതാണ്? സോഫിയ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതായിരുന്നു? GSAT-29. 2020 ഏപ്രിലിൽ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹം ഏതായിരുന്നു? കെപ്ലർ 1649c. പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ സ്ഥാപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ഏതാണ്? 30 മീറ്റർ ടെലിസ്കോപ്പ്. 30 മീറ്റർ ടെലിസ്കോപ്പ് സ്ഥാപിക്കുന്നത് ഹവായ് ദ്വീപിലാണ്. ഇതിൽ പങ്കാളികളായ രാജ്യമാണ് ഇന്ത്യ, കാനഡ, ചൈന, അമേരിക്ക, ജപ്പാൻ. ഹോപ്പ് പ്രോബ് എന്ന പേരിൽ ചൊവ്വ ദൗത്യം വിക്ഷേപിച്ചത് UAE ആണ്. ഹോപ്പ് പ്രോബ് എന്നത് ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠനം നടത്തുക. 2117 ചൊവ്വയിൽ മനുഷ്യന് വാസസ്ഥലം ഒരുക്കുക എന്നതാണ് ലക്ഷ്യം. സൂര്യൻ്റെ ധ്രുവപ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കാനായി നാസയും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി നിർമ്മിച്ച ബഹിരാകാശ ദൗത്യമാണ് സോളാർ ഓർബിറ്റർ മിഷൻ. ബ്രസീലിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1നെയും 18 ചെറു ഉപഗ്രഹങ്ങളെയും ലക്ഷ്യസ്ഥാനത്തെത്തിച്ച ഇന്ത്യയുടെ ദൗത്യമാണ് PSLV-51. ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് PSLV-51. ആമസോൺ കാടുകളിലെ വനനശീകരണം കണ്ടുപിടിക്കാനാണ് ആമസോണിയ 1ൻ്റെ പ്രധാന ദൗത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം, ഭഗവത്ഗീതയുടെ ഇലക്ട്രോണിക് പതിപ്പ് തുടങ്ങിയവ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും പുറംപാളിയായ കൊറോണയെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യമാണ് ആദിത്യ L1. ISRO സ്ഥാപിക്കുന്ന 3ാമത് റോക്കറ്റ് ലോഞ്ച് പാഡാണ് കുലശേഖരപുരം, തമിഴ്നാട്. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് വീര മുത്തുവേൽ. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം GSLV Mark III. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ലേസർ ഗൈഡഡ് ബോംബാണ് സുദർശൻ. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് പരീക്ഷിച്ച ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് ശൗര്യ. 2030 കാർബൺ നെഗറ്റീവ് ആകാൻ തീരുമാനിച്ച IT കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ കേരളം.
ഇന്ത്യയുടെ ആദ്യത്തെ ബ്രെയിലി ലാപ്ടോപ്പ് നോട്ട്ബുക്ക് വികസിപ്പിച്ചത് IIT ഡൽഹി. സർക്കാർ മേഖലയിലെ രാജ്യത്തെ മികച്ച എന്റർപ്രൈസസ് ആപ്ലിക്കേഷൻ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഫസ്റ്റ്ബെൽ. ഗൂഗിൾ ആരംഭിച്ച പുതിയ ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് ആന്തോസ്. 2021 ഒക്ടോബറിൽ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്കിന് പുതിയ പേര് പരാമർശിച്ചു, മെറ്റ. 2021 SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഫലം. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് KAL നിർമ്മിച്ച കേരളത്തിൻ്റെ സ്വന്തം വൈദ്യുത ഓട്ടോറിക്ഷയാണ് നീംജി. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സായുധ സേനയുടെ പ്രവർത്തന ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി. യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള ഇന്ത്യക്കാരിലേക്ക് നാടിൻ്റെ സ്പന്ദനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ OTTയിലേക്ക് മാറിയ ചാനലാണ് ദൂരദർശൻ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾക്ക് ബയോളജി SCERT ഭാഗങ്ങളും കൂടി നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾക്ക് ബയോളജി ക്ലാസ്സിലേക്ക് കിടക്കാം. ബയോളജിയുടെ അറിവിൻ്റെ ജാലകങ്ങളും രൂപത്തിനും ഫലത്തിനും മിക്സഡ് ആയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് സ്നെല്ലൻ ചാർട്ട്? സ്നെല്ലൻ ചാർട്ട് അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ അക്കങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികളാണ് ശരിയായി വായിക്കാൻ കഴിയുന്നത് എന്ന് പരിശോധിച്ച് കാഴ്ച ശക്തി പ്രാഥമികമായി അളക്കുന്നു. ഇതിനെ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നു. 6 മീറ്റർ അകലെ നിന്നാണ് ഇത് വായിക്കുന്നത്. സ്നെല്ലൻ ചാർട്ട് എന്നാൽ അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ അക്കങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തി മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികളാണ് ശരിയായി വായിക്കാൻ കഴിയുന്നത് എന്ന് പരിശോധിച്ച് പ്രാഥമികമായി കാഴ്ചശക്തി അളക്കുന്നു. അടുത്തത്, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതാണ്? അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. എന്താണ് ദ്വിനേത്ര ദർശനം? 2 കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാഴ്ചകൾ കാണുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി ഇതിലൂടെ തിരിച്ചറിയാൻ പറ്റും. 2 കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാഴ്ചകൾ കാണുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് ഇതിലൂടെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികൾ ഏതാണ്? ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികൾ ഏതാണ്? വിജാഗിരി സന്ധി. ഇതിന് ഉദാഹരണമാണ് കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ. ഒരു ദിശയിൽ മാത്രം ഒരേ ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാണ് വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ ഒക്കെയാണ് ഇതിന് ഉദാഹരണം. അടുത്തത്, മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? മരയോന്ത്. ഇത് SRTയുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് പോയിൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ടവ എഴുതിയെടുത്തിട്ട് ചെയ്തതാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ SRT ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുകയും വേണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാനിവിടെ മിക്സഡ് ടോപ്പിക്കായിട്ട് എടുത്തിട്ടിരിക്കുന്നത്. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ജീവിയാണ് മരയോന്ത്. മരയോന്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഇനി മറന്നു പോകരുത്. നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ഏതാണ്? പാപ്പില്ലകൾ. നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ. കണ്ണിൻ്റെ കട്ടിയുള്ളതും വെളുത്തതുമായ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ദൃഢപടലം. കണ്ണിൻ്റെ കട്ടിയുള്ളത് വെളുത്തതുമായ ഭാഗമാണ് ദൃഢപടലം. ഇത് കണ്ണിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് അടുത്തൊരു എക്സ്ട്രാ പോയിൻ്റാണ്. മനുഷ്യൻ്റെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യൻ്റെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്കിടുന്നത് എന്തുകൊണ്ടാണ്? പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്കിടുന്നത് എന്തുകൊണ്ടാണ്? നാക്കുപയോഗിച്ചാണ് പാമ്പ് ഗന്ധം തിരിച്ചറിയുന്നത്. അടുത്തത്, മനുഷ്യൻ്റെ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യൻ്റെ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യൻ്റെ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണമാണ് 38. ഇടുപ്പല്ല് എത്രയാണ്? 2. അപ്പോൾ നമുക്ക് മനുഷ്യരിലെ അസ്ഥികളുടെ എണ്ണം എല്ലാത്തിനും നോക്കാം.
മനുഷ്യൻ്റെ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം 38, ഇടുപ്പെല്ല് 2, കാലുകൾ 60, ഓരോ കാലിലും 30 വീത അസ്ഥികളുണ്ട്, അപ്പോൾ 60 അസ്ഥികൾ. മാറല്ല് 1, വാരിയെല്ല് 24, തോളെല്ല് 4, തലയോട് 22, അതിൽ മുഖത്തിന് 14 അസ്ഥികളും കപാലത്തിൽ 8. കൈകളിൽ 60, 30, 30. മനുഷ്യരിലെ അക്ഷാസ്ഥികൂടത്തിൻ്റെ എണ്ണം 80 ആണ്. തലയിലെ അസ്ഥികളുടെ എണ്ണം 22, നട്ടെല്ലിൽ 33, അക്ഷാസ്ഥികൂടം 33 എണ്ണമുണ്ട്, വാരിയെല്ല് 24 എണ്ണമുണ്ട്, മാറല്ല് 1 ഉണ്ട് അക്ഷാസ്ഥികൂടത്തിൽ. മനുഷ്യരിലെ അനുബന്ധ അസ്ഥികൂടം എത്രയാണ്? 126. കൈകാലുകളുടെ അസ്ഥികളുടെ എണ്ണം 120. അനുബന്ധ അസ്ഥികൂടത്തിൽ കൈകാലുകളുടെ എണ്ണം 120 ആണ്. തോളെല്ല് 4, ഇടുപ്പെല്ല് 2. എന്താണ് വൈറ്റ് കെയിൻ? അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളെ തട്ടി ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയുന്നു. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളെ തട്ടി ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയുന്നു. എന്താണ് ഗോളരസന്ധിയും കീലസന്ധിയും തമ്മിലുള്ള വ്യത്യാസം? ഗോളരസന്ധി എന്നാൽ ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയാണ്. തോളെല്ല്, ഇടുപ്പെല്ല് ഗോളരസന്ധിക്ക് ഉദാഹരണമാണ്. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയാണ് ഗോളരസന്ധി. തോളെല്ല്, ഇടുപ്പെല്ല് ഇതൊക്കെ ഗോളരസന്ധിക്ക് ഉദാഹരണമാണ്. കീലസന്ധി എന്നാൽ അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധികൾ. അച്ചുതണ്ടിന് ചുറ്റും ചലനം സാധ്യമാക്കുന്ന സന്ധികൾ എന്നാണ്. നട്ടെല്ലിന് മുകളിൽ തലയോട് തിരിയുന്നത് ഇതിന് ഉദാഹരണമാണ്. ഒരസ്ഥിക്കു മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ് കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന തെന്നുന്ന സന്ധി. ഒരസ്ഥിക്കു മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ് കൈക്കുഴയിലെയും കാൽക്കുഴയിലെയും തെന്നുന്ന സന്ധി. അടുത്തത് ബ്രെയിൻ ലിപി എന്താണ്? അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ലൂയി ബ്രൗൺ എന്ന വ്യക്തിയാണ് ഇത് വികസിപ്പിച്ചത്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നോക്കാം. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗമാണ് തിമിരം. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗമാണ് തിമിരം. ഇത് ഒരു എക്സ്ട്രാ ഭാഗമാണ്. കണ്ണുമായിട്ട് പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി എടുത്തതാണ്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന രോഗമാണ് ഈ സീറോഫ്താൽമിയ. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്നു. ഈ അവസ്ഥയാണ് വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്നു. ഇതിനെ പറയുന്ന പേരാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയ. നേത്രഗോളത്തിൻ്റെ മർദ്ദം സാധാരണയായി വർദ്ധിക്കുന്ന രോഗം. നേത്രഗോളത്തിൻ്റെ മർദ്ദം സാധാരണയായി വർദ്ധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന രോഗം എന്താണ്? നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന രോഗമാണ് നിശാന്തത. ഡാൽട്ടനിസം എന്നറിയപ്പെടുന്ന രോഗമാണ് വർണ്ണന. അടുത്തത് ആമ, മുതല, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളുടെ അസ്ഥികളുടെ സവിശേഷത എന്താണ്? ആമ, മുതല, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളുടെ അസ്ഥികളുടെ സവിശേഷത എന്താണ്? ഈ ജീവികൾക്ക് ആന്തര അസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്. അതുകൊണ്ടാണ് ആമ, മുതല, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളുടെ അസ്ഥികളിൽ സവിശേഷത ഉണ്ടെന്ന് പറയുന്നത്. പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ്. അടുത്തത് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ 2 കണ്ണുകളും തല പിറകോട്ട് തിരിച്ച് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതുമായ ജീവി ഏതാണ്? മൂങ്ങ. തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ 2 കണ്ണുകളും തല പിറകോട്ട് തിരിച്ച് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതുമായ ജീവിയാണ് മൂങ്ങ. അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്.
അസ്ഥികൾക്ക് മാത്രം പൊട്ടലുണ്ടാകുന്നത് ലഘുഭംഗം എന്നറിയപ്പെടുന്നു. അസ്ഥികൾക്ക് മാത്രം പൊട്ടലുണ്ടാകുന്നത് ലഘുഭംഗം എന്നറിയപ്പെടുന്നു. അസ്ഥികൾ ഒടിയുന്നതിനുള്ള പേരാണ് അസ്ഥിഭംഗം. അസ്ഥികൾ ഒടിയുന്നതിൻ്റെ പേരാണ് അസ്ഥിഭംഗം. അസ്ഥികൾ സ്ഥാനം തെറ്റുന്നത് സ്ഥാനഭ്രംശം. അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതിന് പറയുന്ന പേരാണ് സ്ഥാനഭ്രംശം. ഇനി സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാകുന്ന വീക്കം. സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാകുന്ന വീക്കം ഗൗട്ട് എന്ന് അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം കണ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അസ്ഥിരോഗമാണ് കണ, റിക്കറ്റ്സ്. ഇനി നമ്മൾക്ക് ഓരോ ശരീരഭാഗത്തിലും കാണുന്ന അസ്ഥികളെക്കുറിച്ച് പഠിക്കാം. മാലിയസ്, ഇൻകസ്, ടേപ്പിസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ചെവി. മാലിയസ്, ഇൻകസ്, ടേപ്പിസ് എന്നിവ ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥികളാണ്. മാൻഡിബിൾ എവിടെ കാണുന്ന അസ്ഥിയാണ്? കീഴ്ത്താടി. മാൻഡിബിൾ എന്ന അസ്ഥി കാണപ്പെടുന്നത് കീഴ്ത്താടിയിലാണ്. കാലിലെ അസ്ഥികളാണ് ടിബിയ, ഫിബുല, ഫീമർ. കാലിലെ അസ്ഥികളാണ് ടിബിയ, ഫിബുല, ഫീമർ. മാക്സില എവിടെ കാണുന്ന അസ്ഥിയാണ്? മേൽത്താടിയല്ല്. മാക്സില കാണപ്പെടുന്നത് മേൽത്താടിയല്ല്. ഹ്യൂമറസ് എന്ന അസ്ഥി കാണപ്പെടുന്നത് ഭുജാസ്ഥിയിലാണ്. റേഡിയസ്, അൾന എന്നിവ കണങ്കയിൽ കാണപ്പെടുന്ന അസ്ഥികളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് പഠിച്ചത്. SCERT ശാസ്ത്രരംഗവും ബയോളജിയും പഠിച്ചു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഇതിൻ്റെയൊക്കെ റിവിഷൻ ക്ലാസ് സൺഡേ ഉണ്ടാകും. കൂടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു എക്സാമും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചില പോരായ്മകളൊക്കെ വരും. ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കതൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.